ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ 100 റുപ്പീസിന് താഴെ ട്രേഡ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ സ്റ്റോക്ക് ബുക്ക് വാല്യൂവിനെ കാട്ടിലും കുറഞ്ഞിരിക്കുന്ന സ്റ്റോക്കുകളാണ്. അപ്പോൾ അതിൽ 10 സ്റ്റോക്കുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ നടത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് എപ്പോഴും പോലെ തന്നെ ഞാൻ പറയുന്ന വെബ്സൈറ്റ് എടുക്കുക, അതായത് സ്ക്രീനർ വെബ്സൈറ്റിൽ പോവുക. ആദ്യം നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്, അല്ലെങ്കിൽ ഹുഡ്കോ എന്ന് പറയും. ഈ ഒരു സ്റ്റോക്കാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ സ്റ്റോക്ക് ഇവരുടെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് ഫിനാൻസിങ് ആൻഡ് ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ആണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 6,947 ക്രോഡ്സ്. കറണ്ട് പ്രൈസ് ഇപ്പോൾ ട്രേഡ് ചെയ്തിരിക്കുന്നത് 34 റുപ്പീസ് ആണ്. അതിപ്പോൾ 100 റുപ്പീസിന് താഴെയുള്ള ഒരു സ്റ്റോക്കാണ്. 52 വീക്ക് ഹൈ 45 റുപ്പീസ്, 52 വീക്ക് ലോ 18 രൂപയാണ്. ഡിവിഡൻഡ് ഈൽഡ് 8.93%. സെയിൽസ് ഗ്രോത്ത് 3 ഇയേഴ്സ് ആയിട്ട് 28.67% ആണ്. ഫേസ് വാല്യൂ 10. റിട്ടേൺ ഓൺ ഇക്വിറ്റി 14.66%. ROCE 9.71%. ഈ ഒരു സ്റ്റോക്ക് നല്ല ഉയർന്നു വരുന്ന ഒരു സ്റ്റോക്കാണ്. പോസിറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ സ്റ്റോക്ക് 0.56 ടൈം ഇറ്റ്സ് ബുക്ക് വാല്യൂ, അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നല്ല ഡിവിഡൻഡ് നൽകുന്ന ഒരു സ്റ്റോക്കാണ്, 8.93%. പിന്നെ ക്വാർട്ടർ ഏർണിങ്സ് നല്ലതാണ് ഈ ഒരു സ്റ്റോക്കിന്. പിന്നെ ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് ഉണ്ട്, 20.41%. നെഗറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ ലോ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, പിന്നെ റിട്ടേൺ ഓൺ ഇക്വിറ്റി ലാസ്റ്റ് 3 ഇയേഴ്സ് ആയിട്ട് ലോവർ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്, 12.32%. ഇതിലൂടെ കോമ്പറ്റീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ HDFC, LIC ഹൗസിംഗ് ഫൈനാൻസ്, ആവാസ് ഫിനാൻഷ്യറീസ്, ഇന്ത്യ ബുൾസ് ഹൗസിംഗ്, ഹുഡ്കോ 5th പ്ലേസിലാണ്, PNB ഹൗസിംഗ് ആൻഡ് കാനറ ഫിൻ ഹോംസ്. അപ്പോൾ അവരുടെ ക്വാർട്ടർലി റിസൾട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇൻക്രീസ് കാണാനായിട്ട് സാധിക്കും. അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയാൽ, അപ്പോൾ ആദ്യത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഹുഡ്കോ, അതായത് ഹൗസിംഗ് ആൻഡ് ഡെവലപ്മെന്റ് അർബൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. സെക്കൻഡ് വരുന്നത് ഇന്ത്യൻ ബാങ്ക് ആണ്. ഇന്ത്യൻ ബാങ്ക് മെയിൻലി ബാങ്കിങ് സർവീസ് ആണ് ഇവരുടെ മെയിൻ ജോബ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 46,162 ക്രോഡ്സ് ആണ്. കറന്റ്ലി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 610 റുപ്പീസ് ആണ്. സോറി, ഇന്ത്യൻ ബാങ്ക് ആണ്, ഞാനത് മാറി. ഇന്ത്യൻ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് ഓഫേഴ്സ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ലോൺ സർവീസസ്, ട്രഷറി, കോർപ്പറേറ്റ്, ഹോൾസെയിൽ ബാങ്കിങ് ആണ്. അപ്പോൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 6,968 ക്രോഡ്സ്. കറണ്ട് പ്രൈസ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 61 റുപ്പീസ് ആണ്, 100 റുപ്പീസിനേക്കാളും കുറഞ്ഞ ഒരു സ്റ്റോക്ക് തന്നെയാണ്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ബുക്ക് വാല്യൂവിനേക്കാളും കുറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ്. ബുക്ക് വാല്യൂ 195 റുപ്പീസ് ആണ്. ഡിവിഡൻഡ് അതുപോലെ സെയിൽസ് ഗ്രോത്തിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. റിട്ടേൺ ഓൺ ഇക്വിറ്റി 3.63% ആണ്. ഇപ്പോൾ സ്റ്റോക്ക് 0.32 ടൈംസ് ബുക്ക് വാല്യൂ ആണ്. നല്ല ഒരു ഗുഡ് ക്വാർട്ടർലി റിസൾട്ട് ഉണ്ട്. പിന്നെ പ്രൊമോട്ടർ ഹോൾഡിംഗ് 4.60 ലാസ്റ്റ് ക്വാർട്ടർ ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നെഗറ്റീവ്സ് കൂടുതലായിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ഇതിൽ മെയിൻലി നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ്, അതായത് നോട്ട് പേയിങ് ഔട്ട് ഡിവിഡൻഡ് നൽകുന്നില്ല. അതുപോലെ ലോ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, പുവർ ഡെലിവേർഡ് ഗ്രോത്ത് ആണ് ലാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ട്. അതുപോലെ റിട്ടേൺ ഓൺ ഇക്വിറ്റി ലാസ്റ്റ് 3 ഇയേഴ്സ് ആയിട്ട് ഒരു കുറവാണ് ഈ ഒരു സ്റ്റോക്കിന്റെ. പിന്നെ കണ്ടിജന്റ് ലയബിലിറ്റീസ് ഉണ്ട്. ഇതൊക്കെ ഇവരുടെ നെഗറ്റീവ് സൈഡ് ആണെങ്കിലും 100 റുപ്പീസിന് താഴെയും അതുപോലെ തന്നെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ബുക്ക് വാല്യൂടെക്കാളും 0.32 ടൈംസ് ഗ്രേറ്റർ ആണ്. അതാണ് ഈ രണ്ടായിട്ട് പ്രധാനമായിട്ടും പോസിറ്റീവ് സൈഡ് പറയാനുള്ളത്. പിന്നെ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ ജൂൺ 2020 -713, ഈ ഒരു റേഞ്ച്. ലാസ്റ്റ് ഇത് -1030, ഇങ്ങനെയാണ് പോയിരിക്കുന്നത്. പിന്നെ ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ് നമുക്ക് നോക്കാം. കോമ്പറ്റീറ്റേഴ്സ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, യൂണിയൻ ബാങ്ക്, IOB ആൻഡ് ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്. ലാസ്റ്റ് പൊസിഷനിലാണ് ഇന്ത്യൻ ബാങ്ക് വരുന്നത്. ഇനി തേർഡ് സ്റ്റോക്ക് നമുക്ക് നോക്കാം. തേർഡ് സ്റ്റോക്ക് മാക്സ് ഇൻഡസ്ട്രീസ് ആണ്.
ഇപ്പൊ മാക്സ് ഇന്ത്യ ലിമിറ്റഡ് ആണ് നെക്സ്റ്റ് സ്റ്റോക്ക്. മെർജ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. അപ്പൊ മെയിൻലി ഈ സബ്സിഡറീസ് അല്ലെങ്കിൽ അഡ്വൈസറി ഗ്രൂപ്പ് കമ്പനീസുമായിട്ടുള്ള ബിസിനസ് ആണ് ഇവർ എൻഗേജ് ആയിരിക്കുന്നത്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 1712, കറണ്ട് പ്രൈസ് 68 റുപ്പീസ് ആണ്. 52 വീക്ക് ഹൈ 98, 52 വീക്ക് ലോ 52 റുപ്പീസ് ആണ്. ബുക്ക് വാല്യൂ 39.21, റിട്ടേൺ ഓൺ equity -1.96%, സെയിൽസ് ഗ്രോത്ത് -49.54% ആണ്. ഫേസ് വാല്യൂ 2 ആണ് ഈ ഒരു സ്റ്റോക്ക്. ഇപ്പൊ ഈ ഒരു ഗ്രാഫ് കാണുമ്പോൾ ഉയർന്നു വരുന്ന നമുക്ക് ഗ്രാഫ് കാണാനായിട്ട് സാധിക്കുന്നു. ചെറിയൊരു ഡിപ്പിന് ശേഷം വീണ്ടും ഉയരുന്ന ഒരു സ്റ്റോക്കാണ്. ഈ ഒരു പോസിറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ ഡെപ്റ്റ് റെഡ്യൂസ് ആയിട്ടുണ്ട്. നെഗറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ റിട്ടേൺ ഓൺ equity ലാസ്റ്റ് 3 ഇയേഴ്സ് ആയിട്ട് കമ്പാരിറ്റീവ്ലി കുറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രൊമോട്ടർ പ്ലഡ്ജ്ഡ് 81.92% ഓഫ് ദിയർ ഹോൾഡിംഗ്. അതർ ഇൻകത്തിനുള്ള ഏർണിങ്സ് ₹414 ആണ്. പിന്നെ ഡെപ്റ്റർ ഡേയ്സ് ഇൻക്രീസ് ആയിരിക്കുന്നു. ഇതെല്ലാം ഇതിന്റെ ഒരു നെഗറ്റീവ് സൈഡാണ്. കോമ്പറ്റീറ്റേഴ്സ് ആണ് ബജാജ് ഫൈനാൻസ്, ബജാജ് ഫിൻസർവ്, SBI കാർഡ്, HDFC AMC, മുത്തൂറ്റ് ഫൈനാൻസ്. ക്വാർട്ടർലി റിസൾട്ട് നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അതുപോലെ പ്രോഫിറ്റ് ബിഫോർ ആഫ്റ്റർ ടാക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഇയറിനെ കാട്ടി നമുക്ക് ഇൻക്രീസ് ആയിട്ടുള്ളത് കാണാം. നെക്സ്റ്റ് വരുന്ന സ്റ്റോക്ക് മാക്സ് വെഞ്ചേഴ്സ് ആണ്. മാക്സ് വെഞ്ചേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ്. ഈ ഒരു സ്റ്റോക്ക് മെയിൻലി എൻഗേജ് ചെയ്തിരിക്കുന്നത് ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ കൺസൾട്ടൻസി സർവീസസ് ആണ്. കറണ്ട് പ്രൈസ് 41 ആണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ മാർക്കറ്റ് ക്യാപ്പ് 606.29 ക്രോർസ്. 52 വീക്ക് ഹൈ 60 റുപ്പീസ് ആണ്. സെയിൽസ് ഗ്രോത്ത് 24.22%, ഫേസ് വാല്യൂ 10, റിട്ടേൺ ഓൺ equity 4.37%, ROCE 9.78% ആണ്. ഇതിന്റെ ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഒരു ഇൻക്രീസ് ആയി വരുന്ന ഒരു ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്. പോസിറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ സ്റ്റോക്ക് 0.69 ടൈംസ് ആണ് ബുക്ക് വാല്യൂ. അതുപോലെ നല്ല ഒരു ക്വാർട്ടർലി റിസൾട്ട് നൽകുന്ന ഒരു കമ്പനിയാണ്. പിന്നെ ഡെപ്റ്റർ ഡേയ്സ് ഇംപ്രൂവ് ആയിട്ടുണ്ട്. 48.89 മുതൽ 34.20 ഡേയ്സ് ആയി. നെഗറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ കുറവാണ്. പിന്നെ അതുപോലെ റിട്ടേൺ ഓൺ equity ലാസ്റ്റ് 3 ഇയേഴ്സ് ആയിട്ട് കുറഞ്ഞിരിക്കുന്നു. പിയർ കമ്പാരിസൺസ് നമുക്ക് നോക്കാം. പിയർ കമ്പാരിസൺസ് 8th പൊസിഷനിലാണ് മാക്സ് വെഞ്ചേഴ്സ് വരുന്നത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 32 ആണ് ഡിസംബറിൽ, ഇപ്പോൾ 35 ആയിട്ട് ഇൻക്രീസ് ആയി. പ്രോഫിറ്റ് ബിഫോർ ആഫ്റ്റർ ടാക്സ് ഇൻക്രീസ് ആയിരിക്കുന്നു. നെറ്റ് പ്രോഫിറ്റും അതുപോലെ തന്നെ. നെക്സ്റ്റ് സ്റ്റോക്ക് നമുക്ക് നോക്കാം. നെക്സ്റ്റ് വരുന്നത് NLC ഇന്ത്യയാണ്. NLC ഇന്ത്യ മെയിൻലി അവരുടെ ബിസിനസ് മൈനിങ് ഓഫ് ലിഗ്നൈറ്റ് അല്ലെങ്കിൽ ജനറേഷൻ ഓഫ് പവർ ആണ്, റിന്യൂവബിൾ എനർജി റിസോഴ്സിന്റെ. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 7356 ക്രോർസ്. കറണ്ട് പ്രൈസ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 53 റുപ്പീസ് ആണ്. 52 വീക്ക് ഹൈ 62 റുപ്പീസ്. ഡിവിഡൻഡ് ഈൽഡ് 13.31% ആണ്. സെയിൽസ് ഗ്രോത്ത് -2.37%. ഫേസ് വാല്യൂ 10 റുപ്പീസ് ആണ്. റിട്ടേൺ ഓൺ equity 11.23%. Then ROCE, that is 9.58%. ബുക്ക് വാല്യൂ 94.96 റുപ്പീസ് ആണ്. ഇപ്പൊ പോസിറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് 0.56 ടൈം ബുക്ക് വാല്യൂ, അതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. നല്ല ഡിവിഡൻഡ് ഈൽഡിംഗ് നൽകുന്നുണ്ട് 13.31%. ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് 48.33% ആണ്. നെഗറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ പുവർ ഗ്രോത്ത് ലാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ട്. റിട്ടേൺ ഓൺ equity ലാസ്റ്റ് 3 ഇയേഴ്സ് ആയിട്ട് കുറവാണ്. കണ്ടിജന്റ് ലൈബിലിറ്റീസ് ഉണ്ട് ഈ ഒരു സ്റ്റോക്കിന്. പിന്നെ ക്യാപിറ്റൽ, പിന്നെ ഇൻട്രസ്റ്റ് കോസ്റ്റ്, അതർ ഇൻകത്തിനുള്ള ഏർണിങ്സ്, ദെൻ ഹൈ ഡെപ്റ്റേഴ്സ് ആണ് 300.83 ഡേയ്സ് ആയിട്ട്. ഇയർ കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ അദാനി ഗ്രീൻ, NTPC, NHPC ലിമിറ്റഡ്, NLC ഇന്ത്യ ലാസ്റ്റിൽ പ്ലേസ് ചെയ്തിരിക്കുന്നു. ക്വാർട്ടർലി റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ ശകലം ഡിക്രീസ് ആയിട്ടുണ്ട്.
ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റോക്ക് നോക്കാം. PNB ഗ്ലിറ്റ്സ് ലിമിറ്റഡ് ആണ്. PNB ഗ്ലിറ്റ്സ് മെയിൻലി അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഗവൺമെന്റ് ബോറോവിംഗ്, അണ്ടർ റൈറ്റിംഗ് ഗവൺമെന്റ് സെക്യൂരിറ്റി ഇഷ്യൂവൻസ്, ഫിക്സ്ഡ് ഇൻകം ഇൻസ്ട്രുമെന്റ്സ്, ഇതൊക്കെയാണ് ഗവൺമെന്റ് സെക്യൂരിറ്റീസിലെ മെയിൻ. ട്രഷറി ബില്ല്, കോർപ്പറേറ്റ് ബോണ്ട്, ഇൻട്രസ്റ്റ് റൈൻ സ്വാപ്സ്, ഇതൊക്കെയാണ് ഇവരുടെ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, ഇതാണ് ഇവരുടെ മെയിൻ ജോബ്. അവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 734.44 crores. കറണ്ട് പ്രൈസ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 40 റുപ്പീസ് ആണ്. 52 വീക്ക് ഹൈ 49. ഡിവിഡൻഡ് yield 7.35%. സെയിൽസ് ഗ്രോത്ത് 20.81% ആണ്. ഫേസ് വാല്യൂ 10. റിട്ടേൺ ഓൺ ഇക്വിറ്റി 25.59%. then ROCE 7.62% ആണ്. ഇപ്പൊ ഈ ഒരു ഗ്രാഫ് നമുക്ക് കാണാൻ സാധിക്കും, ഇൻക്രീസ് ആവുന്ന ഒരു ഗ്രാഫ്. പിന്നെ സ്ലൈറ്റ് ഒരു ഡിപ്പ് കാണുന്നുണ്ട്. ഇപ്പോൾ പോസിറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ 0.70 ടൈംസ് ബുക്ക് വാല്യൂ ആണ്, അതാണ് മേജർ ആയിട്ട് പറയേണ്ടത്. പിന്നെ ഡിവിഡൻഡ് yield 7.35%. ക്വാർട്ടർലി റിസൾട്ട് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഹൈ ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട്, ദാറ്റ് ഈസ് 451.11% ആണ്. നെഗറ്റീവ് സൈഡ് ഒരു കാര്യം പറയേണ്ടത്, റിട്ടേൺ ഓൺ ഇക്വിറ്റി ലാസ്റ്റ് 3 years ആയിട്ട് കുറഞ്ഞു എന്നതാണ്. ക്വാർട്ടർലി റിസൾട്ട് നോക്കുകയാണെങ്കിൽ മാർച്ച് 2020ക്കാളും ജൂൺ 2020 ഡബിൾ ആയിട്ട് ഇൻക്രീസ് ആയിരിക്കുന്നു. ഇനി നെക്സ്റ്റ് സ്റ്റോക്ക് നമുക്ക് നോക്കാം. നെക്സ്റ്റ് വരുന്നത് പവർ ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. പവർ ഫിനാൻസ് കോർപ്പറേഷൻ മെയിൻലി പവർ സെക്ടർ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 24,328 crores. കറണ്ട് പ്രൈസ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 92 റുപ്പീസ് ആണ്. 52 വീക്ക് ഹൈ 133, 52 വീക്ക് ലോ 74 റുപ്പീസ്. സ്റ്റോക്ക് PE റേഷ്യോ 3.19 ആണ്. ഡിവിഡൻഡ് yield 10.31% ഉണ്ട്. സെയിൽസ് ഗ്രോത്ത് 31.13. ഫേസ് വാല്യൂ 10 ആണ്. ROCE 8.91%. ബുക്ക് വാല്യൂ 187 റുപ്പീസ് ആണ്. ഈ ഒരു സ്റ്റോക്ക് ഡിപ്പിന് ശേഷം ഉയർന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്തിരിക്കുന്നത് 0.49 ടൈംസ് ബുക്ക് വാല്യൂ. പിന്നെ നല്ല ഒരു ഹെൽത്തി ഡിവിഡൻഡ് ഉണ്ട് 22%. ഗുഡ് ഡിവിഡൻഡ് yield 10.31%. നെഗറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ ലോ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, അതുപോലെ ഇൻട്രസ്റ്റ് കോസ്റ്റ് ഉണ്ട്. പ്രൊമോട്ടർ ഹോൾഡിംഗ് ലാസ്റ്റ് 3 years ആയിട്ട് ഡിക്രീസ് ആയിരിക്കുന്നു. പിന്നെ പവർ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഫസ്റ്റ്ലി പ്ലേസ് ചെയ്തിരിക്കുകയാണ് വെൻ കമ്പയർ ടു പിയർ ഗ്രൂപ്പ് IFCI, പിന്നെ ടൂർ ഫിൻ കോർപ്പ്, RIC ലിമിറ്റഡ് ആണ് ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ്. നിങ്ങൾക്ക് നോക്കാം ക്വാർട്ടർ റിസൾട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ, അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ബിഫോർ അല്ലെങ്കിൽ എല്ലാം നോക്കിക്കഴിഞ്ഞാലും കഴിഞ്ഞ വർഷത്തെക്കാളും ഇൻക്രീസ് ആയിട്ടുള്ളതായിട്ട് നമുക്ക് കാണുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റോക്ക് നോക്കാം. നെക്സ്റ്റ് വരുന്നത് പ്രഭാത് ഡയറീസ് ആണ്. പ്രഭാത് ഡയറീസ് ലിമിറ്റഡ്. അപ്പൊ ഇത് മെയിൻലി അവർ പ്രോസസിങ് ഓഫ് മിൽക്ക് അല്ലെങ്കിൽ സെയിൽ ഓഫ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് ആണ്. ഗീ, ഫ്ലേവേർഡ് മിൽക്ക്, അതാണ് അവരുടെ മെയിൻ കണ്ടൻസ് മിൽക്ക് ഒക്കെയുള്ള ബിസിനസ് ആണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 629 crores. കറണ്ട് പ്രൈസ് ഇപ്പൊ ട്രേഡ് ചെയ്യുന്നത് 64 റുപ്പീസ് ആണ്. 52 വീക്ക് ഹൈ 92 റുപ്പീസ്, 52 വീക്ക് ലോ 41 റുപ്പീസ് ആണ്. ദെൻ സ്റ്റോക്കിന്റെ PE റേഷ്യോ 13.40 ആണ്. ബുക്ക് വാല്യൂ 79 റുപ്പീസ്. ROCE 6.01%. സെയിൽസ് ഗ്രോത്ത് ലാസ്റ്റ് 3 years ആയിട്ട് -41% ആണ്. ഫേസ് വാല്യൂ 10. റിട്ടേൺ ഓൺ ഇക്വിറ്റി 6.47. ഒരു ഡിപ്പ് ഏപ്രിൽ 2020 ഒരു ഡിപ്പ് ഉണ്ട്. പിന്നെ ഓഗസ്റ്റ് മാസം വീണ്ടും ഉയരുന്ന ഒരു ഗ്രാഫ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇപ്പൊ പോസിറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ ഡെപ്റ്റ് റെഡ്യൂസ് ആക്കിയിട്ടുണ്ട്. വെർച്വലി ഡെപ്റ്റ് ഫ്രീ ആണ് ഈ ഒരു കമ്പനി. പിന്നെ 0.81 ടൈംസ് ബുക്ക് വാല്യൂലാണ് ട്രേഡ് ചെയ്യുന്നത് സ്റ്റോക്ക്. പിന്നെ ഗുഡ് ക്വാർട്ടർ ഏർണിങ്സ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാം. നെഗറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് വരാത്തതുകൊണ്ട് അതായത് കമ്പനി ഡിവിഡൻഡ് നന്നായിട്ട് കൊടുക്കുന്നില്ല. പിന്നെ നെഗറ്റീവ് ആയിട്ടുള്ള പുവർ ഗ്രോത്ത് ആണ് ലാസ്റ്റ് 5 years ആയിട്ട്. പിന്നെ ലോ റിട്ടേൺ ഓൺ ഇക്വിറ്റി ലാസ്റ്റ് 3 years ആയിട്ടും.
പ്രൊമോട്ടർ പ്ലഡ്ജിങ് 59.88% ആണ് ഹോൾഡിംഗിന്റെ. പിന്നെ അതർ ഇൻകം ഉള്ള ഏർണിങ്സ് 64.96 ക്രോഡ്സ്. ഇതൊക്കെയാണ് അതിന്റെ ഒരു നെഗറ്റീവ് സൈഡ്. FMCG സെക്ടറിൽ ബാക്കിയുള്ള ഫുഡ് പ്രോസസ്സിംഗിലെ കോമ്പറ്റീറ്റേഴ്സ് വരുന്നത് വരുൺ ബിവറേജസ്, ഹാറ്റ്സൺ, പിന്നെ ടേസ്റ്റി ബൈറ്റ്, ഹിന്ദുസ്ഥാൻ ഫുഡ്സ് ഒക്കെ അതിൽ ലാസ്റ്റ്ലി ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഈ ഭാരത് ഡയറി. നെക്സ്റ്റ് സ്റ്റോക്ക് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. ഇതൊരു നല്ലൊരു സ്റ്റോക്കാണ്. ഇവരുടെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടിംഗ് ഗുഡ്സ് ആൻഡ് പാസഞ്ചേഴ്സ്. അതാണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 2653 ക്രോഡ്സ്. കറണ്ട് പ്രൈസ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 56 റുപ്പീസ് ആണ്. 52 വീക്ക് ഹൈ 69 റുപ്പീസ്, 52 വീക്ക് ലോ വരുന്നത് 31 റുപ്പീസ് ആണ്. ഡിവിഡൻഡ് yield 1.32%, സെയിൽസ് ഗ്രോത്ത് 8.68%. നല്ല ഗ്രോത്ത് ഉള്ള സ്റ്റോക്ക് ആണ്. പിന്നെ ഫേസ് വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ 10 റുപ്പീസ്, റിട്ടേൺ ഓൺ ഇക്വിറ്റി 3.45% ആണ്. ദെൻ ROCE 5.28%, ബുക്ക് വാല്യൂ 160 റുപ്പീസ് ആണ്. പോസിറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് 0.35 ടൈംസ് ബുക്ക് വാല്യൂ. നെഗറ്റീവ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ പുവർ ഗ്രോത്ത്, ലാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ട് റിട്ടേൺ ഓൺ ഇക്വിറ്റി കുറവാണ്. 3 ഇയേഴ്സ് ആയിട്ട് കണ്ടിജന്റ് ലയബിലിറ്റീസ് ഉണ്ട്. പിന്നെ ഇൻട്രസ്റ്റ് കോസ്റ്റ് ഉള്ളതാണ്. പിന്നെ ഡിവിഡൻഡ് yield ലാസ്റ്റ് 3 ഇയേഴ്സ് ആയിട്ട് 3.46% ആയിട്ട് റെഡ്യൂസ് ആയിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് പ്ലേസ് ആണ്. ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സുമായിട്ട് വെക്കും ഉള്ളപ്പോൾ നമുക്ക് കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ് ഈ ഒരു സ്റ്റോക്ക്. ഓപ്പറേറ്റിംഗ് ഇൻകം പ്രോഫിറ്റും അതുപോലെ തന്നെ പ്രോഫിറ്റ് ബിഫോർ ആഫ്റ്റർ ടാക്സ് ഇതെല്ലാം ഇൻക്രീസ് ആയിട്ടുണ്ട് ലാസ്റ്റ് ഇയറിനെ കാട്ടി. ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഫോക്കസ്. അപ്പൊ ഈ ഒരു 10 സ്റ്റോക്കുകളാണ് മേജർ ആയിട്ട് നമ്മൾ 100 റുപ്പീസിന് താഴെ ട്രേഡ് ചെയ്യുന്നതും അതുപോലെ ബുക്ക് വാല്യൂവിനേക്കാളും കുറഞ്ഞിരിക്കുന്ന സ്റ്റോക്കുകളാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരത്തുള്ളൂ. കമന്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക. ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ടിപ്സ് എൻറ്റയർലി ഫ്രീ ആണ്. ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ ഞാൻ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടുന്നതാണ്. 2 സെഗ്മെന്റിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ബോത്ത് സെഗ്മെന്റ് NSE MCX റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയർസിലെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ മലയാളം ഷെയറുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ബിഗിനേഴ്സിനായിട്ട് ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.